ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ഞാൻ അതവിടെ ദോശയ്ക്ക് മാവ് കലക്കാൻ പോകുന്നുള്ളൂ. 7 മണിക്കാണ് എണീറ്റത്. അപ്പം ഒരു പൊറോട്ട ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ രണ്ട് പൊറോട്ട വാങ്ങിയത്, ആകെ 4 പൊറോട്ട വാങ്ങിയത് 1 ഞാൻ തിന്നിട്ടുള്ളൂ, 1 ബാക്കിയായി. ഏട്ടനായിരുന്നു കഴിച്ച്. അപ്പോൾ ആ പൊറോട്ട തന്നേ ഉള്ളൂ. ആ പൊറോട്ട നമ്മളെടുത്ത പൊറോട്ടക്കല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെയും വിശക്കൂലേ, അതിനെക്കൊണ്ട് ഞാൻ 2 ദോശയ്ക്കും കൂടി മാവ്, അതായത് ഇവിടെ എന്തൊക്കെയോ ധാന്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വാങ്ങാൻ. അത് 4 തരത്തിലുള്ള പാക്കറ്റുകൾ വാങ്ങിയിട്ട് നമ്മൾ ഒന്നായിട്ടത് വെയിലത്ത് വെച്ച് ഉണക്കുക, എന്നിട്ട് അത് പൊടിപ്പിക്കുക. അതിൻ്റെ മാവാണ് കേട്ടോ ഇത് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്നല്ലോ. എനിക്കറിയില്ല, ഞാനിത് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ദോശ ഉണ്ടാക്കിയത്. പക്ഷെ ഇത് നല്ല ലൂസാക്കിയിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ചുടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നീർദോശ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഇതാക്കിയിട്ട് ചുടുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആക്കും ഞാൻ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം പൊടിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം അതുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു, ആ ദോശ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. അങ്ങനെ ആക്കി തരുമ്പോൾ പിന്നെ ഷുഗറിനും കാര്യത്തിനൊക്കെ നല്ലൊരു ഇതാണല്ലോ ഗോതമ്പ് ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ നമ്മൾ ഈ മാസവും ഇങ്ങനത്തെ ഇത് വാങ്ങിയിട്ട് പൊടിപ്പിച്ച് വെച്ചതാണ്. ഇതാ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ആ പൊറോട്ട ഉണ്ടല്ലോ, ഞാനത് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അതും അതിൻ്റെ ചൂടത്തിൽ വെച്ചിട്ട് ഒട്ടും കൂടി ആകുമ്പോൾ ആണല്ലോ വയറ് ലേശം ഇതാവണ്ടേ. അല്ലെങ്കിൽ പൊറോട്ട മാത്രം കഴിക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതാണ്, നാട്ടിലത്തെ പൊറോട്ടയാണ്, അതൊന്ന് കഴിച്ചാൽ മതി. പക്ഷെ ഇവിടെ ചെറിയ പൊറോട്ടയാണ്. അത് ഗോതമ്പത്തിൻ്റെ പൊറോട്ടയാണ് കേട്ടോ. അത് ഗോതമ്പിൻ്റെ പൊറോട്ട. അത് കണ്ടോ, ഗോതമ്പിൻ്റെ പൊറോട്ട. ഇത്രയേ ഉള്ളൂ. ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വേറെന്താ ഗൈസ്? പിന്നല്ലേ ഞാൻ ആ ഇത് മൊബൈൽ വെച്ചിട്ട് എടുക്കാൻ പറ്റിയതില്ലേ സ്റ്റാൻഡ്, അതിന് ഓർഡർ ചെയ്തിരിക്കുന്നു കേട്ടോ. അത് വന്നാൽ അത് 13-ാം തീയതി വരുന്നതാണ്. ഇത് മീഷോന്ന് ഇതാക്കിയതാണ്. അപ്പോൾ അത് വന്നാൽ എനിക്ക് നല്ലപോലെ വീഡിയോ ഒക്കെ പിടിക്കാമല്ലോ. എടുക്കണ്ടല്ലേ, ഇന്നെടുക്കുന്നു. ചിലപ്പം വേഗം കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെയാണ് പൊട്ടിപ്പോയി. ഒന്ന് മൂടി വെച്ചോക്കട്ടെ. അയ്യോ, കഷ്ണമാക്കി. ഈ മാവിനുണ്ടല്ലോ പ്രസർമ്മ ഉണ്ടാവില്ല, അതാണ്
ഒരു ഇതില്ലേ, പൊട്ടിപ്പോയി. മൂടാനും പറ്റിയില്ല, വലിയതായിട്ട് ഇങ്ങോട്ട് ഇതായപ്പോൾ മൂടി വെക്കാൻ പറ്റില്ല. സാരില്ല, ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഇതിനെ വിടാൻ പാടില്ലല്ലോ, അങ്ങനെ പറ്റില്ലല്ലോ. ഇതൊക്കെ രക്ഷപ്പെട്ട് പോവാൻ അങ്ങനെയൊന്നും സമ്മതിക്കില്ല. ദോശനോട് വന്നതാട്ടോ, ദോശ പൊട്ടിപ്പൊളിഞ്ഞ് വന്നിരിക്കണേ, എന്താ ചെയ്യാ? ഒന്നാമത് ഒഴിച്ചു നോക്കട്ടെ, ശരിയായി കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ. വാലുപോലാവല്ലേ ദോശ, വാലുപോലായിട്ടുണ്ടെങ്കിൽ എനിക്കിത് മൂടിയാക്കാൻ കഴിയണ്ടേ? ദോശ ഞാൻ പറഞ്ഞനുസരിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോടി കഴിക്കുന്നു. രണ്ടെണ്ണം എന്ന് വിചാരിച്ചിട്ട് ദോശ ഒരു 3-4 എണ്ണത്തിനായിപ്പോയി. വെള്ളം കൂടിപ്പോയി തോന്നുന്നു. അല്ല, ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെയാണ് ദോശ നന്നായി കിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ മറന്നു പോയല്ലോ. ഇതില്ലേ, ബദാം പരിപ്പ് ഇത് വെള്ളത്തിലിട്ടതാണ്. മൊത്തം 4 എണ്ണം വീതം ഏട്ടനും ഞാനും കഴിക്കും. അത് ഇല്ലാത്ത ദിവസം പുതർത്തൂല, ഉള്ളപ്പോൾ മാസത്തിൽ സാധനം വാങ്ങുമ്പോൾ ആദ്യം ഇത് വാങ്ങലുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങി തീർന്നാൽ പിന്നെ അടുത്ത മാസം വാങ്ങും. ഓ, ഉലുവ തിന്നാൻ മറന്നുപോയി. जय जनार्दना कृष्ण राधिकापते नन्दनन्दना कृष्ण रुक्मिणीपदे गरुडवाहना कृष्ण गोपिकापदे नमो कृष्ण भक्तदे जय जनार्दना कृष्ण राधिकापते नन्दनन्दना कृष्ण रुक्मिणीपदे
അടുത്ത റെഡിയായി വന്നു. ഇത് കഴിക്കട്ടെ. നാളത്തേക്കുള്ള ഉലുവ തുണിയിൽ പൊതിഞ്ഞ് വെക്കാം കേട്ടോ. ലേശം വെള്ളം കുറഞ്ഞിടാം. ഭയങ്കര വെയിലല്ലേ. അയ്യോ, എൻ്റെ ദോശ കരിഞ്ഞ് പോയി. ഇല്ല, അത്രയൊന്നുമില്ല. ഇതിവിടെ മാറ്റി വെച്ച് ഞാൻ അടുത്ത ഇതില്ലേ ഉലുവ ഇതിലിട്ട് വെക്കും. അപ്പം ഇങ്ങനെ റൊട്ടേഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് രാവിലെ തന്നെ ഇത് ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നെ മറന്നു പോകും ഭയങ്കര. കാലത്ത് ദോശ ഉണ്ടാക്കുന്ന നിർത്താം. അതിന് 2 എണ്ണം കൂടി ഉണ്ട് മാവ്. അതിന് പിന്നെ ആക്കാം. ഇപ്പം കഴിക്കാനുള്ള മാത്രമാക്കിയിട്ടേ. അപ്പോൾ ഗേസ് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബൈ.